സോ ഗൈസ് ലവ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ആർമി ഡേ ആണ്. ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അഭിമാനമാണ്, പവറാണ്. നോർമലി എല്ലാവർക്കും ഭയങ്കര വാല്യൂ ആണ് ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ. പക്ഷേ എല്ലാവരും ഒരു സ്റ്റേറ്റസിലും ഒരു കുറച്ച് സംസാരത്തിൽ ഒതുക്കുന്ന കാര്യമാണ് ഇന്ത്യൻ ആർമി ഡേ, അതുപോലെ തന്നെ സോൾജേഴ്സിൻ്റെ ലൈഫിനെയും പറ്റി. പക്ഷേ മറ്റുള്ളവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ആർമിക്കകത്തുണ്ട്. ഇന്ത്യൻ ആർമിയിലെ ഓരോ സോൾജേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഡിപ്രഷൻ, അവരനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ഒന്നും ആർക്കും മനസ്സിലാവില്ല, ആരും അറിയത്തുമില്ല. എല്ലാവരും അവരെ പുറത്തുനിന്ന് മാത്രമേ കാണുള്ളൂ. അവരുടെ ഉള്ളിൽ എന്താ നടക്കുന്നത്, അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളൊന്നും ആരും സംസാരിക്കത്തേ ഇല്ല, അവരാരും സപ്പോർട്ടും ചെയ്യത്തില്ല. ഗൈസ്, ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് അവ 60 ഡിഗ്രി ചൂടിലും വേണമെങ്കിൽ -40 ഡിഗ്രിയിലും അവൻ ജോലി ചെയ്യും. അവ 24/7 അവൻ ജോലി ചെയ്യും. അവന് റെസ്റ്റൊന്നും ഇവിടെ കിട്ടാറ് പോലുമില്ല പട്ടാളത്തിനകത്ത്. അങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ആ കൂടെ അവൻ നാട്ടിൽ വരുമ്പോഴായിരിക്കും അവൻ ആ കൂടെ സന്തോഷം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, നാട്ടിൽ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സന്തോഷം എന്തെന്ന് അറിയണേ. അതായത് വേറൊന്നുമില്ല, ഇന്ത്യൻ ആർമി ഡേ ആണ്, അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. ഗൈസ്, നമുക്ക് സിവിലിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ത്യൻ ആർമിക്കകത്ത് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ആർമിയിൽ ഒരു വ്യക്തി വന്നതിന് ശേഷം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അതാണ് ഇവിടുത്തെ വെൽ പവർ എന്ന് പറയുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ് കിട്ടുന്ന ഒരു വെൽ പവർ ഉണ്ട്. എന്നെ സംബന്ധിച്ച് സോൾജേഴ്സൊക്കെ ഒരു നോർമൽ ഹ്യൂമൻ ബീൻ അല്ല, സത്യം പറഞ്ഞാൽ അവരൊക്കെ ഒരു സൂപ്പർമാനാണ്.